സൂപ്പർ സ്റ്റാർ എന്നൊരു പേര് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന നടൻ ആരാന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്റെ മനസ്സിലോട്ട് ആദ്യമേ തന്നെ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട നടന്മാര്, രണ്ടല്ല ആക്ച്വലി 4-5 പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർസിന് ഒരു സിനിമയെ തന്നെ കാണാനായിട്ട് പറ്റുമെന്നുള്ളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് ഈ സിനിമ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് കാണാനായിട്ട് സാധിക്കുക? അതെ ഗൈസ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ മറ്റൊരു വലിയ സൂപ്പർ സ്റ്റാറിന്റെ പടത്തിൽ വരുന്നു. അതില് നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്ന ഒരു നടൻ കൂടി വരുന്നു. വലിയൊരു അപ്ഡേറ്റ് ആണ് പറയാനായിട്ടുള്ളത്. 3 മാസം എടുത്തുകൊണ്ട് ഒരു സിനിമ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ 3 മാസം എടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കി എടുത്തുള്ളൊരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും? 3 മാസം കൊണ്ടാണ് ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയെടുത്തത്. ഈ കാണുന്ന പോസ്റ്റർ ഉണ്ടാക്കിയെടുത്തത് എന്നൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റർ വളരെ ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയ ഒരു ഡയറക്ടറിന്റെ തന്നെ സിനിമ എന്നുള്ള കാര്യം നമുക്ക് 100% പറയാനായിട്ട് പറ്റൂലേ. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എല്ലാപ്രേക്ഷകർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് നാണ്. വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ബെൻസ് എന്നൊരു പേര് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ മനസ്സിലേക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ബെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടന്റെ ബെൻസ് ആണ്. ലാലേട്ടന്റെ തുടരും എന്ന് പറയുന്ന സിനിമയിലെ ബെൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ തമിഴിലും ഉണ്ട് ഒരു ബെൻസ്. ഇതിന് മുൻപേ തന്നെ തുടരും സിനിമയ്ക്ക് തന്നെ മുമ്പ് വന്നായിരുന്ന ഒരു ബെൻസ് ഉണ്ടായിരുന്നു. അതാണ് സാക്ഷാൽ ലോകേഷ് കനകരാജിന്റെ തന്നെ ബെൻസ് എന്ന് പറയുന്ന ഒരു സിനിമ. ലോകേഷ് കനകരാജിന്റെ റൈറ്റിംഗിൽ വന്നിരിക്കുന്ന സിനിമയിൽ നമ്മൾ തന്നെ പറഞ്ഞായിരുന്നു മലയാളത്തിൽ നിന്നുള്ള ഒരു വലിയൊരു താരം ഈ സിനിമയ്ക്കകത്ത് ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ മുൻപേ തന്നെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം നിവിൻ പോളിനെയാണ് ബെൻസ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ ഒരു പുതിയൊരു ആക്ടറിന്റെ കൂടി ഒരു അനൗൺസ്മെന്റ് ഇദ്ദേഹം കൂടി സിനിമയിൽ ഉണ്ടാകും എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, മാഡി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. ആർ മാധവൻ ബെൻസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യാനായിട്ട് ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് LCU സിനിമയിൽ തന്നെ വരുന്ന മറ്റൊരു സിനിമ കൂടിയാണ് ബെൻസ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം LCUവിന്റെ ഒരു വേറൊരു കൈൻഡ് ഓഫ് ഒരു സിനിമ ഇതുവരെ വന്നേക്കുന്ന ഒരു പാറ്റേൺ അപ്പുറത്തോട്ട് വേറൊരു ബ്രിഡ്ജ് കീപ്പ് ചെയ്ത് വരുന്ന ഒരു സിനിമ തന്നെയാണ് ബെൻസ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 2024 ഫെബ്രുവരി മാസം അന്ന് ഒരു സിനിമ റിലീസായിരുന്നു. ഫെബ്രുവരി 14 തീയതി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തിയേറ്ററിൽ ഈ പടം വലിയ സംഭവമാണെന്നുള്ളൊരു കാര്യം ഒന്നും വിചാരിച്ചുകൊണ്ടല്ല. പക്ഷെ ട്രെയിലർ കണ്ട സമയത്ത് ഇത് എന്തൊക്കെയുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാന്നുള്ളൊരു പ്ലാൻ ഇട്ടുകൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം പോയി കണ്ടത്. പടം കണ്ടതിന് ശേഷം ഞാൻ അന്ന് റിവ്യൂ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കാണ്. 3 ആൾക്കാരുടെ പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു പെർഫോമൻസ്. അദ്ദേഹം ആ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പെർഫോമൻസ് പറയുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. നിസ്സംശയം പറയാം, ബ്രഹ്മയുഗത്തിലും മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനം വേറൊരാളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും ഗ്രേറ്റസ്റ്റ് ആയിട്ട് പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം ആ സിനിമയിൽ കാഴ്ചവെച്ചായിരുന്നത്. കൂടെ സിദ്ധാർത്ഥിന്റെ പെർഫോമൻസ്, സിദ്ധാർത്ഥ് ഭാരതിന്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും അർജുൻ അശോകന്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഗംഭീരമാണെന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അന്നൊരു റിവ്യൂ പറഞ്ഞ ഇപ്പോൾ ഓർക്കാണ്. പക്ഷേ ഇവരെക്കാളൊക്കെ കൂടുതൽ തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ സിനിമ, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്യാനായിട്ട് കാണിച്ച രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ഗട്ട്സ് ആയിരുന്നു. ഇന്ന് ഒരു പോസ്റ്റർ ഇദ്ദേഹം അങ്ങ് ഇറക്കി വിട്ടിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാഹുൽ സദാശിവന്റെ തന്നെ ഒരു ഹൊറർ പടം എന്ന് പറയുന്ന സമയത്ത്, പ്രണവ് മോഹൻലാലിന്റെ പടം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രണവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പടമായിരിക്കാം ഇതെന്നുള്ളൊരു കാര്യമാണ്. കാരണം ഈ കാണുന്ന പോസ്റ്റർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് 3 മാസം എടുത്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. 3 മാസം കൊണ്ട് ഒരു സിനിമ ചെയ്യുന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 3 മാസത്തോളം വേണ്ടി വന്നു എന്നുള്ളൊരു കാര്യമാണ് പല സോഴ്സുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു പോസ്റ്റർ, എന്താണ് ഈ ഒരു സിനിമ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ DS ഇറൈ എന്ന് പറയുന്ന ഒരു പേരാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. എന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. എനിവേസ്, എന്താണ് ഇതിന്റെ മീനിങ് എന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വിശ്വാസം അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു റിലീജിയസ് സിസ്റ്റത്തിലും സ്വർഗം നരകം എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലേ, അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ ചെയ്തേക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗത്തിലോട്ടും നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നരകത്തിലോട്ടും പറഞ്ഞയക്കുന്ന ഒരു കാര്യം തന്നെയാണ് വിശ്വാസങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിന് പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് ന്യായവിധി എന്നാണ്. ഇവിടെ കാണുന്ന ഈ ഒരു പോസ്റ്റർ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ തന്നെ ഇതിന്റെ തന്നെ ഒരു ഐഡിയ എടുത്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. DS ഇറൈ എന്ന് പറയുന്ന ഈ ഒരു പേരിന്റെ മീനിങ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഇതൊരു പോയറ്റിക് ആയിട്ടുള്ള ഒരു വേർഡാണ്. അതായത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യായവിധിയുടെ സമയത്ത് ട്രംപറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ട്രംപറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്തുതിഗീതം പാടുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മുകൾ ഭാഗത്തായിട്ട് കുറച്ച് പേര് ട്രംപറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് ഒരു ആത്മാവിനെ സ്വർഗത്തിലോട്ടോ അല്ലെങ്കിൽ നരകത്തിലോട്ടോ പറഞ്ഞയക്കുന്നത്, അതിനോട് തീരുമാനം എടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അക്കോർഡിംഗ് ടു ദ ബിലീഫ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. താഴെ ഭാഗത്തായിട്ട് നമുക്ക് നരകം എന്നുള്ള രീതിക്ക് നമുക്ക് ഇവിടെ റെപ്രസെന്റേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ, നരകത്തിലുള്ള ഒരു വേദനയും മറ്റൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ളൊരു കാര്യം അറിയില്ല. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രണവ് മോഹൻലാലിനെയും കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. സോ പ്രണവ് സ്വർഗത്തിലാണോ അതോ നരകത്തിലാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നരകത്തിലാണ്
എന്നുള്ളൊരു കാര്യം തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇവിടെ സെന്ററിലായിട്ട് നമുക്കൊരു സ്റ്റാർ ഷേപ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ പല ഹൊറർ സിനിമകളിൽ കണ്ടേക്കുന്ന അതേ തന്നെ സിമ്പിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ലേഡിയുടെ ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതെന്താണ്, ഇവർ വയറുവേദന കൈ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. സോ എന്താണ് ഇവരുടെ റെപ്രസെന്റേഷൻ എന്നുള്ളൊരു കാര്യം അറിയില്ല. നോർമലി വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു പേരിന്റെ മീനിങ് നമ്മളൊന്ന് ശരിക്കും റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവമാണ് ഈ ഒരു സ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ്. ദൈവത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്തുതിഗീതം പാടുക. അങ്ങനെയാണ് ഇവിടെ വെച്ചാണ് ഈ ആത്മാക്കളെ സ്വർഗത്തിലോട്ട് നരകത്തിലോട്ടായിട്ട് പറഞ്ഞയക്കുക എന്നുള്ളൊരു കാര്യമാണ്. സോ ഈ ലേഡിയുടെ കഥാപാത്രം എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. അതൊരു സസ്പെൻസ് തന്നെയാണ്. പക്ഷേ മുകളിലെ സ്തുതിഗീതം പാടുന്ന തരത്തിൽ നമുക്ക് ഇവിടെ ട്രംപറ്റ് ഉപയോഗിക്കുന്ന കുറച്ച് പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും റെപ്രസെന്റേഷൻ കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിവേസ് വളരെ ഗംഭീരമായുള്ള സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കാരണം രാഹുൽ സദാശിവത്തിന്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്ന സമയത്തും ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ ചിന്തിക്കാനായിട്ട് കാണിക്കുന്ന ആ ഒരു പരിപാടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷാരൂഖ് ഖാൻ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റുമല്ലേ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് ഷാരൂഖ് ഖാന്റെ പേര് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പേര് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓർമ്മ വരുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സാക്ഷാൽ രജനികാന്ത് തന്നെയാണ്. വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സംഭവം. സോ അദ്ദേഹത്തിന്റെ ജയിലർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു കേരളത്തിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ കുറേയധികം അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജയിലർ എന്ന് പറയുന്ന സിനിമയിലുള്ള എല്ലാ സ്റ്റാർസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും കന്നഡയുടെ സ്വന്തം ശിവരാജ് കുമാറും അങ്ങനെ ജയിലർ സിനിമയിലുള്ള എല്ലാ കാസ്റ്റുകളും ഈ സിനിമയിലോട്ട് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം, ജയിലർ 2 വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മുന്നേ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ലാലേട്ടന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു, ശിവരാജ് കുമാറിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു. ബല്ലയുടെ നമുക്ക് ഏകദേശം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. പക്ഷേ രജനികാന്ത് പടത്തിൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സാക്ഷാൽ ഷാരൂഖ് ഖാൻ തന്നെ വരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ജയിലർ സിനിമയുടെ ഹൈപ്പ് അങ്ങ് എവിടെ പോയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നത്. പൊതുവെ തമിഴ് സിനിമകൾ വന്നേക്കുന്ന സമയത്ത് ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിൽ വലിയ രീതിക്കുള്ള കളക്ഷൻ സാധാരണ കിട്ടാറില്ല. പക്ഷേ ജയിലർ സിനിമയ്ക്ക് അത്യാവശ്യം കളക്ഷൻ കിട്ടിയിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ജയിലർ 2 ഇപ്പോഴത്തെ റൂമർ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാരൂഖ് ഖാൻ ഈ സിനിമയിൽ ഉണ്ടാകുമെന്നുള്ള രീതിക്കുള്ള ഡിസ്കഷൻസുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു സംഭവം തന്നെയായിരിക്കും. എവിടെയെന്നില്ല, ഇന്ത്യയുടെ എവിടെയാണെന്നുണ്ടെങ്കിലും ജയിലർ 2 കളക്ഷൻ എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് സംശയം പറയാനായിട്ട് പറ്റും. കാരണം വരുന്നത് വേറെ ആരുമല്ല, കിങ് ഖാൻ തന്നെയാണ്. കിങ് ഖാൻ തന്നെ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാറിന്റെ പടത്തിൽ വരുന്ന സമയത്ത് അതിനപ്പുറം വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എനിവേസ് ഇനി വരാൻ പോകുന്ന സിനിമ അത് മലയാള സിനിമയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തമിഴ് സിനിമയിലാണെന്നുണ്ടെങ്കിൽ 2 തരം സിനിമകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. മലയാള സിനിമയിൽ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സിനിമകൾ ഇനി വരാനായിട്ട് നിൽക്കുന്ന സമയത്ത് തമിഴ് സിനിമയിൽ നിന്നും ദ അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാറിന് തന്നെ ഒരു സ്വാഗ് ഉള്ള ഒരു പടം തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഇടയിൽ കൂലി എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റുകൾ ഇനി വരാനായിട്ട് പോകുന്നുണ്ട്. സോ ഇതെല്ലാം വരുന്ന സമയത്തും ബെൻസിന്റെ ഒക്കെ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്തും ഈ സിനിമകളെല്ലാം കാണാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ സൈനിങ് ഔട്ട്.